കാണുന്നില്ല. അപ്പം ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരൊക്കെ ഉറങ്ങുവാണോ അതോ എന്ത് ചെയ്യുവാണെന്ന് എനിക്കൊരു സംശയം. കാരണം ഇപ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്പെക്ഷനൊക്കെ നടത്തേണ്ടത്. അത് ഒരു ഹോട്ടലിൽ എല്ലാവരും കൂടെ കയറി അടുത്ത ഹോട്ടലിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു ഹോട്ടലിൽ ഒരാൾ കയറിയെങ്കിൽ എല്ലാ ഹോട്ടലിലും സ്പ്രെഡ് ചെയ്ത് കയറണം. കാരണം ഇവർക്കെല്ലാം ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളും അതും ഇതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അന്നേരപ്പം തന്നെ ഇവർക്ക് മെസ്സേജ് ചെല്ലും ഇത് ആൾക്കാർ വരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ വേണം ഇതിനൊക്കെ അവർ മുന്നിട്ടിറങ്ങാൻ. അതേപോലെ ഈ ചിലർ കണ്ടിട്ടില്ലേ, ട്രാഫിക് പോലീസ് ചെക്കിങ് അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നത് ഇങ്ങനെ കൊട്ടി കാണിക്കും ഹെൽമെറ്റ്. മനസ്സിലായോ? അപ്പോൾ അതുപോലുള്ള ഹിൻറ്റുകൾ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവർ സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കയറി വേണം ഇതൊക്കെ പരിശോധന നടത്താൻ. എങ്കിലേ ഇവർക്ക് ഇതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഇഷ്ടം പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അവർ ഒരു നിമിഷം കൊണ്ട് ഇവരിതെല്ലാം അറിഞ്ഞിരിക്കും. അപ്പം അങ്ങനെ ചെന്നാൽ ഇവർക്കിതൊന്നും പിടിക്കാനൊന്നും സാധിക്കില്ല. അവർ അങ്ങനെയുള്ള അഴുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവർ അപ്പോഴേ എടുത്ത് മാറ്റാൻ അവിടെ സ്റ്റാഫുണ്ട്. അവരൊക്കെ അത് ക്ലീനാക്കി ഇടും. പക്ഷേങ്കിൽ ഇങ്ങനെയൊരു സംഭവം എൻ്റെ കൺമുന്നിൽ കണ്ടാണ്. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ കയറിയപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു. അതായത് ശുചിത്വ വാരാചരണം, ശുചിത്വ വാരം ആചരിക്കുന്നു. അപ്പം അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ഒരാഴ്ചയുടെ ഒരു